തുടർച്ചയായ 7ാം ദിനവും പശ്ചിമേഷ്യ സംഘർഷഭരിതം. ഇന്നലെ രാത്രിയും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായി. കുവൈറ്റിലും ബഹ്റൈനിലുമാണ് ആക്രമണം നടന്നത്. മധ്യ ഇസ്രായേലിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചു. ഇറാനെ തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി. അമേരിക്ക കരയുദ്ധം തുടങ്ങാൻ കാത്തിരിക്കുകയാണെന്ന് ഇറാൻ ദേശീയ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലരിജാനി പറഞ്ഞു. ഫൈസൽ ഹംസ വാർ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഫൈസൽ, ഗുഡ് മോർണിംഗ്. ശക്തമായ ആക്രമണം, പ്രത്യാക്രമണം എല്ലാം തുടരുകയാണ്. ഇതിൽ ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് അശാന്തി തുടരുകയാണ്. പല മേഖലകളിലും വീണ്ടും ആക്രമണം, പ്രത്യേകിച്ച് ഈ ബഹ്റിനിലടക്കം ഡ്രോൺ ആക്രമണവും കുവൈറ്റിലും അടക്കം ഉണ്ടാകുന്നു എന്നുള്ള പുതിയ അപ്ഡേറ്റ്സ് കൂടി വരുന്നുണ്ട്. ഇതിനിടയിൽ കരയുദ്ധത്തിന് ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന സാഹചര്യം, ഇതെങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന വലിയ ആശങ്ക മുന്നിൽ നിൽക്കുന്നു. ഫൈസൽ, ഗുഡ് മോർണിംഗ് ആര്യ. കീർത്തന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലത്തെ രാത്രിയും പശ്ചിമേഷ്യ സംഘർഷഭരിതം തന്നെയായിരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയും ആക്രമണങ്ങളുണ്ടായി. പ്രധാനമായും ബഹ്റൈന് നേരെയും കുവൈത്തിന് നേരെയുമാണ് ആക്രമണമുണ്ടായത്. ബഹ്റൈനിൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. 2 ഹോട്ടലുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. അതോടൊപ്പം തന്നെ അപ്പാർട്ട്മെൻറ്റുകൾക്ക് നേരെയും ആക്രമണമുണ്ടായതായ റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ ആക്രമണങ്ങളെല്ലാം വലിയ രീതിയിൽ പ്രതിരോധിക്കാനായി എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാനായി എന്ന് ഈ രാജ്യങ്ങൾ അറിയിക്കുന്നുമുണ്ട്. അതേസമയം തന്നെ ഇറാൻ ഇസ്രായേലിലേക്കും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. മധ്യ ഇസ്രായേലിൽ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ച് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്ന് ടെഹ്റാൻ ടൈംസ് അടക്കം അതിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം ടെഹ്റാനിൽ ഇറാനിലും വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഉണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാൻ ഉടൻ തകർക്കപ്പെടും എന്നുള്ളതാണ്. ഇറാൻ്റെ കരനാവിക പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും നാമാവശേഷമായിരിക്കുന്നു, അവർക്കിനി തിരിച്ചടിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ അദ്ദേഹം പറയുന്നത് ഇറാന് ഇപ്പോൾ ചർച്ചയ്ക്ക് വരണം എന്നുണ്ട്, പക്ഷേ അതിന് തയ്യാറല്ല എന്നുള്ളതാണ്. ഇക്കാര്യം ഇസ്രായേലും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഒരു ടേബിളിലേക്ക് എത്താനുള്ള സമയമായിട്ടില്ല. ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ആണവ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായും തകർക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ചർച്ചയിലേക്ക് കടക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഇസ്രായേലിൻ്റെയും അവകാശവാദം. എന്തായാലും ആ രീതിയിലേക്കുള്ള അവകാശവാദങ്ങൾ തുടരുമ്പോൾ തന്നെ ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ്. കരയുദ്ധത്തിനായി അമേരിക്കയെ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഇറാൻ്റെ ദേശീയ സുരക്ഷാ സെക്രട്ടറി പറയുന്നത്. മാത്രമല്ല, ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ അമേരിക്കൻ സൈനികരെ കാത്തിരിക്കുന്നത് ഇറാനിൽ അത്ര നല്ല കാര്യങ്ങളായിരിക്കില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.